നമസ്കാരം. പ്രധാന വാർത്തകൾ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. ഷൊർണൂരിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയം. വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗങ്ങൾ പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരമെന്ന CITU. വ്യാപാരി നേതാവ് ബാബു കോട്ടയിന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പരാമർശത്തിനെതിരെ മറുപടിയുമായി പട്ടാമ്പിയിലും കുളപ്പുള്ളിയിലും CITU തൊഴിലാളികളുടെ പ്രതിഷേധം. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും കടം കൊണ്ട് അതിന് ഇല്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയ്കുമാർ. പാലക്കാട് നഗരസഭ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പേരിനെ ചൊല്ലി വിവാദം കനക്കുന്നു. പ്രതിഷേധവുമായി DYFIയും യൂത്ത് കോൺഗ്രസും രംഗത്ത്. പ്രതിഷേധക്കാർ തറക്കല്ലിടലിന്റെ ശിലാഫലകം പിഴുതുമാറ്റി. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. ഹെഗ്ഡെയുടെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ്. സംഘർഷത്തിനിടയിലും തറക്കല്ലിടൽ കർമ്മം നടത്തി പാലക്കാട് നഗരസഭ. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജനം. ഗുരുതര വീഴ്ചകൾ ആരോപിച്ച് മുസ്ലിം ലീഗ് രംഗത്ത്. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത നടപടിയിലെ വൻ ക്രമക്കേടും സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള അനേർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വിൻഡ് പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നതെന്നും സുമേഷ് അച്യുതൻ. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമാണെന്നും ആരോപണം. ഹോമിയോ ചികിത്സയിലൂടെ വന്ധ്യതാ നിവാരണം വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18 പാലക്കാട്ട്. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഹോമിയോ വിഭാഗം DMO ഡോക്ടർ ജ്യോതിക. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് ഒടുവിൽ ഹോമിയോയെ ആശ്രയിക്കുന്നതെന്നും ഡോക്ടർ ജ്യോതിക. വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്കും അപകടയാത്രയ്ക്കും പരിഹാരമാവുന്നു. തൃത്താല മണ്ഡലത്തിലെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ച ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പിരിഞ്ഞുപോയി. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരം തുടരുമെന്ന് CITU. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധം ഉന്നയിച്ച് CITU പ്രവർത്തകർ നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 24 ദിവസങ്ങൾ പിന്നിട്ട വേളയിലാണ് വീണ്ടും ലേബർ ഓഫീസുകളിൽ ചർച്ച നടന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച തർക്കത്തിൽ കലാശിച്ചതിനു പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ 8-ാം തീയതി ഹാജരാകാനായി ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇരുവിഭാഗത്തിനും കത്ത് നൽകിയിരുന്നു. അന്ന് വ്യാപാരി നേതാക്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തില്ല. കടയുടമ പ്രകാശൻ മറ്റൊരു തീയതിയിലേക്ക് ചർച്ച മാറ്റിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചർച്ച വിളിച്ചു ചേർത്തത്. ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ചർച്ച പിരിഞ്ഞു. സമരം വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ തുടരാനാണ് CITU നിലപാട്. കോടതി വിധിയുമായി മുന്നോട്ടു പോകാനാണ് പ്രകാശന്റെയും തീരുമാനം. പ്രകാശന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നും വ്യാപാരി സംഘടനയാണ് വിഷയം വഷളാക്കുന്നതെന്നും CITU നേതാവ് K ഗംഗാധരൻ ആരോപിച്ചു. ആ യന്ത്രത്തെ അംഗീകരിപ്പിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി സംഘടനയ്ക്കുള്ള ഉത്തരവാദിത്തമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി സംഘടന ജില്ലയിൽ ഹർത്താൽ നടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രചാരവേലകൾ നടത്തുകയും ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ആ തൊഴിൽ ഉടമയായിട്ട് 2008 ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു തർക്കമില്ലാണ്ട് തൊഴിൽ നടന്നു വരികയാണ്. ആ തൊഴിൽ സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും അവിടുന്ന് കയറ്റുന്ന എല്ലാ കയറ്റും അവരുടെ തൊഴിലാളികൾക്ക് നടത്തിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് തിരിച്ചടക്കുന്ന ഒരു പണി മാത്രമാണ് 26A ചട്ടമനുസരിച്ച് കാത്തു കിട്ടി ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഉള്ള കുളപ്പുള്ളിയിലത്തെ 26 തൊഴിലാളികൾ എടുത്തു വരുന്നു. ആ തൊഴിലും എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. ആ സംഘടന വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ചർച്ച ചെയ്യണം. ഈ പ്രശ്നം ഗണ്യമായി പരിഹരിക്കുന്നതിന് അവരുടെയും കൂടി സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് തൊഴിലാളി യൂണിയൻ CITU വേണ്ടി അഭ്യർത്ഥിക്കാം. ന്യൂസ് സെന്റർ ഷൊർണൂർ. കുളപ്പുള്ളിയിൽ ചുവട്ടുതൊഴിലാളികൾക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയ വ്യാപാരി നേതാവിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് CITU നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വെടിക്കെട്ടുകാരന്റെ മകനെ ഒടുക്കുകൊട്ടിയും ചെണ്ടകൊട്ടിയും പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്ത
CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ കുളപ്പുള്ളി ടൗണിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചുമട്ടുതൊഴിലാളികളുടെ കൈവെട്ടി റോട്ടിലെറിയും എന്ന വിദ്വേഷ പരാമർശം നടത്തിയത്. തങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ വ്യാപാരി നേതാവിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി യൂണിറ്റ് ഭാരവാഹികൾ ഷൊർണൂർ DYSP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കുളപ്പുള്ളി ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ബാബു കോട്ടയിലിനെതിരെ CITU നേതാക്കൾ ആഞ്ഞടിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാന്യതയിൽ സംസാരിക്കുന്നത്. മോനെ ദിനേശ, ഞങ്ങളൊന്ന് പറയാ, ഈ കയ്യ് വെട്ടി റോട്ടിലിടുന്നതും പറയണ്ട. ഞങ്ങളുടെ തൊഴിലാളിയുടെ ഈ നീല കുപ്പായത്തും ഒന്ന് സൗഹാർദ്ദപൂർവ്വം തൊടാനുള്ള ധൈര്യം അതൊക്കെ ഉണ്ടട കുട്ടി, ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണാം അപ്പൊ ഞങ്ങൾ എന്താണ് എന്ന്. നിന്നെ പോലെ വെല്ലുവിളിച്ചു പോകാൻ അത്ര തരം താഴ്ന്നവരല്ല ഞങ്ങൾ മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികൾ സംഘടിപ്പിച്ചു പോകുന്ന പ്രസ്ഥാനവുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുരുക്കി പറയുന്നു, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ വെടിക്കെട്ടുകാരന്റെ മക്കളെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ട, ചെണ്ട കൊട്ടി പേടിപ്പിക്കണ്ട. കുടിൽകെട്ടിയുള്ള സമരകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ CITU ചുമട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാരൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, CITU ചുമട് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയപാൽ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പരാമർശത്തിനെതിരെ മറുപടിയുമായി പട്ടാമ്പിയിൽ CITU തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും പണം കൊണ്ട് അതില്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ പറഞ്ഞു. തൊഴിൽ നിഷേധത്തിനെതിരെ CITU കുളപ്പുള്ളിയിൽ സമരം നടത്തി വരികയാണ്. ഇതിനെതിരെ വ്യാപാരികൾ നടത്തിയ ധർണയിലാണ് വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ വിവാദ പരാമർശമുണ്ടായത്. സ്റ്റീൽ കമ്പനി ഉടമ പ്രകാശനെ തൊട്ടാൽ കൈവെട്ടി റോഡിൽ വലിച്ചെറിയുമെന്ന വിവാദ പ്രസ്താവനയാണ് ബാബു കോട്ടയിൽ നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയാണ് പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. ബാബു കോട്ടയിലിനെതിരെ ശക്തമായ താക്കീതുമായി മുദ്രാവാക്യമുയർത്തി CITU തൊഴിലാളികൾ പ്രകടനം നടത്തി. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും പണം കൊണ്ട് അതില്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തൊഴിലാളികൾ ആരുടെയും മോശാനും ഔദാര്യവും പറ്റി ജീവിക്കുന്നവരല്ല. അതിൽ ചരിത്രമുണ്ട്. ഇന്ന് കാണുന്ന തൊഴിൽ സംരക്ഷണം എന്ന് പറയുന്ന സംരക്ഷണം തൊഴിലാളി സമരം ചെയ്ത് അവകാശം സമരം നടത്തി പോരാട്ടം നടത്തി നേടിയെടുത്തതാണ്. അതിനുവേണ്ടി നിരവധി തല്ലുകൊണ്ടിട്ടുണ്ട്, നിരവധി തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഇതുപോലെയുള്ള ഭീഷണികളെയും മർദ്ദനങ്ങളെയും ഒക്കെ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ ചുമട്ട് തൊഴിലാളികൾ അവരുടെ തൊഴിൽ സംരക്ഷിച്ചിട്ടുള്ളത്. കോട്ടയിൽ ബാബുവിന് ഒരു പക്ഷേ ഇത് അറിയില്ലാവില്ല. ഇപ്പോൾ വന്നിട്ടുള്ള പണത്തിൻ്റെ തളപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള താൻ കാണുന്നതാണ് ലോകം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി. ഇതിനേക്കാൾ വലിയ വമ്പന്മാർ കുത്തുകുത്തി പോയ ചരിത്രം കേരളത്തിലുണ്ട്. ഇതിനേക്കാൾ വലിയ വമ്പന്മാർ കേരളത്തിലെ തൊഴിലാളികൾക്ക് നേരെ ഒരുപാട് പോരാട്ടങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സതീഷ് കുമാർ, PC വാസു, KP രാജൻ എന്നിവർ സംസാരിച്ചു. ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉയർന്നുവരുന്നത്. അതേസമയം വിവാദ വിഷയത്തിൽ CITUവിന് അനുകൂലമായ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ വഴി ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് നഗരസഭ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പേരിനെ ചൊല്ലി വൻ പ്രതിഷേധവുമായി DYFIM യൂത്ത് കോൺഗ്രസും രംഗത്ത്. പ്രതിഷേധക്കാർ തറക്കല്ലിടലിന്റെ ശിലാഫലകം പിഴുതുമാറ്റി. സംഘർഷത്തിനിടയിലും തറക്കല്ലിടൽ കർമ്മം നടത്തി നഗരസഭ.
പുനരധിവാസത്തിനായി RSS സ്ഥാപക നേതാവ് ഹെഗ്ഡെവാറിന്റെ പേര് ഭരണസമിതി നൽകാൻ തീരുമാനിച്ചതാണ് യൂത്ത് കോൺഗ്രസ് DYFIക്കാരെ പ്രകോപിപ്പിച്ചത്. നഗരസഭാ കൗൺസിലിൽ ചർച്ചയ്ക്കും അംഗീകാരത്തിനും വയ്ക്കാതെ പദ്ധതി RSS അജണ്ടയാക്കി മാറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധവുമായി വന്നവർ തറക്കല്ലിടലിന്റെ ശിലാലിഖിതം പിഴുതുമാറ്റി വലിച്ചെറിഞ്ഞു. സമരം മണിക്കൂറുകൾ നീണ്ടതോടെ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കേരളത്തിൽ പദ്ധതി നിർവഹണത്തിൽ 1ാം സ്ഥാനം പാലക്കാടിന് ലഭിച്ചതാണ് CPMനെ പ്രകോപിതരാക്കുന്നതെന്നും എല്ലാ നല്ല വികസനത്തെയും CPMും DYFIയും എതിർക്കുകയാണെന്നും ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആശാകിരണവും സ്കോളർഷിപ്പും ഉൾപ്പെടെ അവതാളത്തിലാണ്. നഗരത്തിലെ 250-ലേറെ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതിയെ എതിർക്കുന്നവരെ തെരുവിൽ വച്ച് നേരിടാനും തയ്യാറാണെന്ന് വൈസ് ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞു. പ്രതിഷേധത്തിന് DYFI ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ, ജയദേവൻ, വിപിൻ S, സദർ ഷെരീഫ്, മുഹമ്മദ് നാസിം, വിനോദ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV സതീഷ്, അനുപമ, വിപിൻ, പ്രശോഭ്, സദാം ഹുസൈൻ, അനിൽ ബാലൻ, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസ കെട്ടിടത്തിന് RSS നേതാവ് ഹെഗ്ഡേവാറിന്റെ പേരിടാൻ നിശ്ചയിച്ച പാലക്കാട് നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധം തീർത്ത യൂത്ത് കോൺഗ്രസ്. പോലീസ് വലയം മറികടന്ന് നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ കൊടിനാട്ടി. നഗരസഭയിൽ ഹെഗ്ഡേവാക്കറിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ മാത്രം കൊണ്ടുപോകാനുള്ള പോലീസ് നീക്കം MLA രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS സ്ഥാപക നേതാവ് ഹെഗ്ഡെവാറിന്റെ പേരിടാനുള്ള നഗരസഭാ ഭരണാധികാരികളുടെ താൽപര്യമാണ് നഗരസഭയ്ക്ക് സമീപം സംഘർഷഭരിതമാക്കിയത്. ഹെഗ്ഡെവാറിന്റെ കോലവുമായി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി സംഘർഷം നടന്നു. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കൗൺസിലർമാരായ മൻസൂർ അലി, ഭവദാസ് എന്നിവരും സദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും പോലീസ് വലയം ഭേദിച്ച് നഗരസഭയ്ക്കകത്തെത്തി കൊടിനാട്ടി. UDF കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ ഹെഗ്ഡെവാറിന്റെ കോലവും കത്തിച്ചു. ഇതിനിടയിൽ ജയഘോഷിനെ മാത്രം കൊണ്ടുപോകാനുള്ള നീക്കം MLA രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞതും ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ പ്രശ്നം ഗുരുതര വീഴ്ചകൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത നടപടി വൻ ക്രമക്കേടെന്നും സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടും ക്രമക്കേട് ആരോപിച്ചും ലീഗിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 14,145 ക്യൂബിക് മീറ്റർ മാലിന്യം ഉണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. ഇവ തരംതിരിച്ച് സംസ്കരിക്കുന്നവ ബയോ മൈനിംഗ് നടത്താനും ബാക്കിയുള്ളവ നീക്കം ചെയ്യാനുമാണ് കരാർ വ്യവസ്ഥ. എന്നാൽ തരംതിരിച്ച് ബയോ മൈനിംഗ് നടത്താതെയും നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പേരിന് മാത്രം മാലിന്യമാണ് നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും സംസ്ഥാനത്തെ വിവിധ നഗരസഭകൾ വേർതിരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പൊതുപരിപാടികളോടെ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭ ഇത് സൗകര്യമാക്കിയത് ദുരൂഹതയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ വലിയ ക്രമക്കേടും അഴിമതിയും നടത്തിയിരിക്കുകയാണ്. ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. പരമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്നുവരുന്ന മാലിന്യ സംസ്കരണം വളരെ മുമ്പ് തുടങ്ങിയെങ്കിലും അതിൻ്റെ 14,145 ക്യൂബിക് മീറ്റർ മാലിന്യമുണ്ടെന്ന് കണ്ടെത്തുകയും ആ മാലിന്യം നീക്കം ചെയ്യലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്നാൽ പരമണ്ണയിലെ മാലിന്യ സംസ്കരണം നടത്തിയത് പേരിന് മാത്രം മാലിന്യം കൊണ്ടുപോവുകയും ബാക്കിയുള്ള മാലിന്യങ്ങളൊക്കെ JCB ഉപയോഗിച്ച് വലിയ ആഴത്തിലുള്ള കുഴി കുഴിച്ച് അതിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. ഇതിനെ മറച്ചു വയ്ക്കാനുള്ള, ഇതിനെ കുഴിച്ചു മൂടാനുള്ള ഒരു സംവിധാനമായിട്ടാണ് വരുന്ന ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഗർവാളെ കൊണ്ടുവന്നുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പൂന്തോട്ട നിർമ്മാണം. കേരളത്തിലെ പല നഗരസഭകളും മാലിന്യം വേർതിരിച്ച മാലിന്യം പൊതുപരിപാടികളോടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നത് വലിയ പ്രോഗ്രാമായി നടത്തിയപ്പോൾ ഒറ്റപ്പാലം നഗരസഭ ഇത് സ്വകാര്യമായി നടത്തുകയും
മാത്രമല്ല ആദ്യഘട്ടത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു സംവിധാനത്തെ പിന്നീട് അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാലിന്യം മൂടിയതിനു മേലെ ഫലവൃക്ഷത്തൈകളും പൂന്തോട്ടവും സ്ഥാപിക്കാനുള്ള നീക്കം ക്രമക്കേടുകളെല്ലാം കുഴിച്ചുമൂടാനുള്ള നീക്കമാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. നിലവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങൾ സംസ്കരണത്തെക്കുറിച്ചും ചെലവ് സംബന്ധിച്ച കണക്കുകളും ധനകാര്യ സ്രോതസ്സുകളും പ്രവർത്തികൾ നടത്തിയ ഏജൻസികളും ഇവർക്ക് നൽകിയ തുകയും ഈ പ്ലാന്റിൽ നിന്നും എത്ര ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് എന്നും എത്ര ക്യൂബിക് മീറ്റർ മാലിന്യം ബയോമൈനിങ് നടത്തിയിട്ടുണ്ടെന്നും നഗരസഭയിലെ ഏത് വിഭാഗമാണ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം നൽകുന്നതെന്നും നഗരസഭ ചെയർപേഴ്സണും CPIM നേതൃത്വവും മറുപടി പറയുകയും നിലപാട് വ്യക്തമാക്കുകയും വേണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് ഖാസിം, M ഉമ്മർ ഫാറൂഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള 6,35,00,000 അനേർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വീറ്റ് പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് ഓർഡർ നൽകിയെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമാണെന്ന് സുമേഷ് അച്യുതൻ ആരോപിച്ചു. ഞങ്ങൾക്ക് പുറകിലുള്ളതാണ് അട്ടപ്പാടി താഴെ തുടിക്കിയിൽ അനർട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഹൈബ്രിഡ് വൈദ്യുതി ഉൽപാദന കേന്ദ്രം. വിൻഡ് മില്ലും സോളാർ പാനലും ഉപയോഗിച്ച് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് ഈ തൊട്ടു പുറകിലുള്ളത്. ഇത് ഇവിടെ കൃത്യമായി ഇവിടെ ഇത് കറണ്ട് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇവിടെ താഴെ തുടിക്കിയിലെത്തിയപ്പോൾ ഇവിടുത്തെ ഊരിലെ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കൃത്യമായി അവർക്ക് കറണ്ട് ലഭിക്കുന്നില്ല. അവർക്ക് ഇതിവിടെ കാട്ടിനകത്ത് ആദിവാസി ഊരിലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്ര വലിയൊരു അഴിമതി ഈ പദ്ധതിയുടെ മേലിൽ നടത്തിയിരിക്കുന്നത്. ഇത് വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിന്റെ. അട്ടപ്പാടിയിലെ താഴെ തുടുക്കി, മേലെ തുടുക്കി, ഗലസി, ഊരടം എന്നീ ഗോത്രവർഗ ഉന്നതികളിൽ നടപ്പാക്കിയ പദ്ധതികളിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തിയതായാണ് സുമേഷ് അച്യുതന്റെ ആരോപണം. കോടികൾ ചിലവഴിച്ച് നടപ്പാക്കിയ പദ്ധതി താഴെ തുടുക്കിയിൽ ഭാഗികമായും മേലെ തുടുക്കിയിൽ പൂർണ്ണമായും പ്രവർത്തിക്കാത്ത നിലയിലാണ്. അടിമുടി ക്രമവിരുദ്ധമായി നടപ്പാക്കിയ പദ്ധതിയിൽ സാധന സാമഗ്രികൾ കടത്തുന്നതിന് പണിക്കൂലിയായി ആദിവാസികൾക്ക് നൽകിയെന്ന പേരിൽ അനുവദിച്ച 89 ലക്ഷത്തോളം രൂപയിൽ 5 ലക്ഷം രൂപ പോലും ഊരുവാസികൾക്ക് നൽകിയിട്ടില്ല. തങ്ങൾക്ക് പണിക്കൂലി പോലും ലഭിച്ചില്ലെന്ന് പറയുന്ന ഊരുവാസികളുടെ വീഡിയോയും സുമേഷ് അച്യുതൻ പുറത്തുവിട്ടു. ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തിയും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയുമാണ് ഉന്നതികളിലെ പദ്ധതി പരാജയപ്പെടാൻ ഇടയാക്കിയത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരിയും ഗൂഢാലോചന നടത്തിയാണ് ഈ അഴിമതികൾ നടത്തിയത്. താഴെ തുടുക്കി ഉന്നതിയിൽ സോളാർ വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ 2021 ഡിസംബർ 21 ക്ഷണിച്ച 1,43,38,800 രൂപയുടെ ടെൻഡറിൽ യോഗ്യതയുള്ള ഒരു കമ്പനി മാത്രമാണ് പങ്കെടുത്തത്. ഒരു കമ്പനിയിൽ നിന്നു മാത്രം ടെൻഡർ ലഭിച്ചാൽ റീടെൻഡർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാതെയാണ് തെലുങ്കാന ആസ്ഥാനമായ വിൻഡ് സ്ട്രീം എനർജി ടെക്നോളജി എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡറിൽ രേഖപ്പെടുത്തിയ തുകയ്ക്ക് കരാർ ഉറപ്പിച്ചു നൽകിയത്. ഇത് അഴിമതിയാണ്. വിൻഡ് ജനറേറ്റർ പദ്ധതി നടപ്പാക്കുമ്പോൾ നിശ്ചയമായും കാറ്റിന്റെ ലഭ്യത സംബന്ധിച്ച പഠനം നടത്തണമെന്നത് പാലിച്ചില്ല. ഇവിടെ സ്ഥാപിച്ച വിൻഡ് ജനറേറ്ററിൽ നിന്നും വളരെ കുറഞ്ഞ അളവിലാണ് വൈദ്യുതി ലഭിക്കുന്നതെന്ന് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള പരിശോധനയിൽ വ്യക്തമായിരുന്നു. വിൻഡ് ജനറേറ്ററിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, സ്പെസിഫിക്കേഷൻ എന്നിവ സംബന്ധിച്ച് വർക്ക് ഓർഡറിൽ ഒരു വിവരവുമില്ലാത്തത് അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. കൂടാതെ ടെൻഡറിൽ പറഞ്ഞതിൽ നിന്നും 27.66 ലക്ഷം രൂപ കൂടുതൽ അനുവദിക്കണമെന്ന കമ്പനിയുടെ ആവശ്യം തള്ളുന്നതിനു പകരം 2023 ജൂലൈ 19 മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനർട്ടിന്റെ ഗവേണിംഗ് ബോഡി യോഗം തുക നൽകാൻ സർക്കാരിന് ശുപാർശ നൽകി. അനർട്ടിന്റെ ചെയർമാനായ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും അനർട്ട് CEO രവീന്ദ്രനാഥ് വേലൂരിക്കും ഈ അഴിമതിയിലെ പങ്ക് വ്യക്തമായ നീക്കമാണിത്. അതുപോലെ തന്നെ തങ്ങൾക്ക് താൽപ്പര്യമുള്ള കമ്പനിക്ക് കരാർ ലഭിക്കാൻ മേലെത്തുടുക്കി, ഗലസി, ഊരടം എന്നീ ഉന്നതികളിൽ ടെൻഡർ 2 പ്രാവശ്യം റദ്ദാക്കി നിയമത്തെ കാറ്റിൽ പറത്തി. മേലൂരുകളിൽ 60 കിലോവാട്ട് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 2023 ജനുവരി 31 അനർട്ട് ടെൻഡർ ക്ഷണിച്ചു. ഈ ടെൻഡർ 2023 ഫെബ്രുവരി 8 റദ്ദാക്കി. 2023 ഫെബ്രുവരി 8 തന്നെ സ്പെസിഫിക്കേഷൻ മാറ്റി രണ്ടാമതും ടെൻഡർ ക്ഷണിച്ചു. പിന്നീട് ഇതും റദ്ദ് ചെയ്ത് സ്പെസിഫിക്കേഷൻ മാറ്റി 2023 ഏപ്രിൽ 20 മൂന്നാമതും ടെൻഡർ ക്ഷണിച്ചു. ഇതു സംബന്ധിച്ച് 2024 ജനുവരി 31 നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ മറുപടിയിൽ ടെൻഡർ റദ്ദു ചെയ്തതിന്റെ കാരണമോ ടെൻഡറിൽ കമ്പനികൾ സമ്മതിച്ച തുകയെ സംബന്ധിച്ചോ ഒന്നും പറയാതെ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. തെലുങ്കാന ആസ്ഥാനമായ വിൻഡ് സ്ട്രീം എനർജി ടെക്നോളജിക്ക് തന്നെ കരാർ ലഭിക്കാൻ മന്ത്രിയും സംഘവും നടത്തിയ ഗൂഢാലോചനയും ക്രമക്കേടും പുറത്തുവരാതിരിക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. അനർട്ടിലെ
ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട ബിഡ് ഓപ്പണർ എന്ന ചുമതല വഹിച്ച ഫിനാൻസ് സെക്ഷനിലെ ജൂനിയർ മാനേജർ ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ ഒപ്പ് താൽക്കാലിക ജീവനക്കാർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളും സുമേഷ് അച്യുതൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വന്ധ്യതാ നിവാരണം ഹോമിയോ ചികിത്സയിലൂടെ വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18-ന് പാലക്കാട്ട് നടക്കും. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഹോമിയോ DMO ഡോക്ടർ ജ്യോതിക വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് ഒടുവിൽ ഹോമിയോയെ ആശ്രയിക്കുന്നതെന്നും DMO പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് അവസാനം ഹോമിയോയെ ആശ്രയിക്കുന്നത്. 2013-2014 വന്ധ്യതാ പരിശോധനയ്ക്കായി ഒരു OP പ്രത്യേക ദിവസമാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് ദിവസവും 2 OP പ്രവർത്തിക്കുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനം, ശാരീരികക്ഷമത എന്നിവയുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാലതാമസം വരുത്താതെ ചികിത്സ ആരംഭിക്കുന്നതാണ് ഗുണം ചെയ്യുകയെന്നും ഡോക്ടർ ജ്യോതി കെ പറഞ്ഞു. ഈ കുട്ടികളുടെയും ഇവരുടെ മാതാപിതാക്കളുടെയും ഒരു കുടുംബ സംഗമം 18/4/2025 ഏപ്രിൽ മാസം നടത്തുന്നുണ്ട്. ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും ചടങ്ങ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MP VK ശ്രീകണ്ഠൻ സാർ അവരെല്ലാം എത്തിച്ചേരാമെന്നും അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ. നാഷണൽ ആയുഷ് മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സുനിത KS, ഡോക്ടർ ലക്ഷ്മി G കർത്ത, ഡോക്ടർ നിഷ M, ഡോക്ടർ ശിവാനി S എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്കും അപകടയാത്രയ്ക്കും പരിഹാരമാവുന്നു. തൃത്താല മണ്ഡലത്തിലെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിലെ അറ്റകുറ്റപ്പണികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച് വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ എങ്ങും എത്തിയിട്ടില്ല. പാലത്തിന് സമീപമുള്ള വളവിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് മാത്രമാണ് പ്രദേശത്തുണ്ടായ ഏക സുരക്ഷാ നടപടി. ഈ വർഷക്കാലം അത്രയും റോഡിലൂടെ അപകടയാത്ര നടത്തേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. 2019 പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് സമീപത്തെ റോഡിൻ്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകീറി. നാട്ടുകാരുടെയും പോലീസിൻ്റെ നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽ പെടാത്തത് പ്രദേശത്തെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ്. ഇതിനെല്ലാം പരിഹാരമായാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണ ജോലികൾ ആരംഭിച്ചതോടെ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുമ്പിടി ഭാഗത്തുനിന്നും തൃത്താല ഭാഗത്തേക്കും തിരിച്ചും പോകുന്ന ഭാരവാഹനങ്ങൾ ആനക്കര പടിഞ്ഞാറങ്ങാടി വഴിയും റൂട്ട് ബസ്, ചെറുവാഹനങ്ങൾ തുടങ്ങിയവ മണ്ണിയംപെരുമ്പലം മലമൽക്കാവ് റോഡ് വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെ ബസ് ഡ്രൈവർക്ക് തളർച്ച ബാധിച്ച് കുഴഞ്ഞിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരുടെ സമയോചിത ഇടപെടൽ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചു. പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്കാണ് ഡ്രൈവിംഗിനിടെ തളർച്ച ബാധിച്ചത്. പറളി തിരൂർ അത്താഴംപറ്റ കാവിന് പരിസരത്ത് വെച്ചാണ് ഡ്രൈവർ ബിജുവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും കുഴയുകയും ചെയ്തത്. ബസിന്റെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവർ കണ്ടക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു. കണ്ടക്ടർ ഞൊടിയിടയിൽ ബസിന്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് ബസ്സിനെ നിയന്ത്രിച്ചു. ഡ്രൈവറെ പറളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. യാത്രക്കാരിയുടെ സംയോജിതമായ ഇടപെടൽ ഒരു വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാളത്തിന്റെ പൈലിംഗ് ജോലികൾ തുടങ്ങി. പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ പഴയ കൊച്ചിൻ പാലം അടക്കം 5 പാലങ്ങൾ ഭാരതപ്പുഴയിൽ തൊട്ടുതൊട്ടാകും. ഒരു പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാന്നന്നൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്നതിന് പാലം ഉൾപ്പെടെയുള്ള റെയിൽവേ പാളമാണ് അഥവാ പാസ് ഡബ്ലിംഗ് ആണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ,
ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി. ഇതിനായി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാര തുക റെയിൽവേ നൽകും. പാലം പണിക്കു ശേഷമായിരിക്കും പാത വികസനം നടപ്പാക്കുക. 450 കോടിയോളം രൂപയാണ് ചെലവ്. 100ഓളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നുപോകുന്നത്. ഇതിനു മുൻപ് പാലക്കാട് ഭാഗത്തുനിന്ന് ഷൊർണൂർ സ്റ്റേഷനിലെത്തിയിരുന്ന 15ഓളം തീവണ്ടികൾ നേരിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവയുൾപ്പെടെ പലയിടങ്ങളിലായി പിടിച്ചിടേണ്ട അവസ്ഥയുമാണ്. ദീർഘദൂര വണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട്. വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത്. പണി പൂർത്തിയാകുന്നതോടെ ഇത് ഒഴിവാക്കാനും ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. പണി പൂർത്തിയാക്കിയാൽ ഭാരതപ്പുഴയിൽ പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങളാകും ഭാരതപ്പുഴയിലുണ്ടാവുക. ഇതിൽ കൊച്ചിൻ പാലം തകർന്ന നിലയിലാണ്. സമീപത്ത് വാഹനങ്ങൾക്ക് പോകാൻ 2ാം പാലവുമുണ്ട്. ഇതുകൂടാതെ തീവണ്ടികൾക്ക് പോകാനുള്ള 3ാമത്തെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ ഭാരതപ്പുഴയിൽ അടുത്തടുത്ത് 5 പാലമാകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതീയ കിസാൻ സംഘ് കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരം വരെ നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് തൃശൂർ ജില്ലയിൽ 13, 14, 15 തീയതികളിൽ സ്വീകരണം നൽകുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 2 മുതൽ 28 വരെയാണ് നവോത്ഥാന യാത്ര. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് നവോത്ഥാന യാത്ര നയിക്കുന്നത്. ദേശീയ സമിതി അംഗം ഇ നാരായണൻകുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 13 തൃശൂർ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ വെച്ച് രാവിലെ 9 മണിക്ക് യാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് 10 മണി മുതൽ 11 മണി വരെ ചേലക്കരയിൽ പൊതുയോഗം സംഘടിപ്പിക്കും. 11:30 വടക്കാഞ്ചേരി ബ്ലോക്കിലെ ഓട്ടുപാറയിൽ സ്വീകരണം നൽകും. നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭാരത സർക്കാർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതായിട്ടുള്ള പല പദ്ധതികളും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് കൂടുതലും ഈ കാർഷികമായിട്ടുള്ള ഈ പദ്ധതികൾക്കുള്ള ഫണ്ട് പൂർണ്ണമായിട്ടുള്ള വിനിയോഗം നടക്കുന്നില്ല. ഇത് സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ BKS ജില്ലാ സെക്രട്ടറി MG കൃഷ്ണൻകുട്ടി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PS, PKS സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കല്യാണകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് സ്വാമിനാഥൻ, ഗോപിനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കരയിൽ ഗ്രൈൻഡറിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ചു. മങ്കര മഞ്ഞക്കര കല്ലിങ്കൽ KG കൃഷ്ണദാസിന്റെ ഭാര്യ 50 വയസ്സുള്ള ശുഭാഭായിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10:15 സംഭവം നടന്നത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാത്തൂരിൽ നായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. മാത്തൂർ ആനിക്കോട് പാലപ്പറ്റ വെള്ളയംകാട് വീട്ടിൽ രാധാകൃഷ്ണൻ വസന്ത ദമ്പതികളുടെ മകൻ 37 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. പത്തിരിപ്പാല വാളയാർ റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവറാണ് മുരളി. പത്തിരിപ്പാലയിൽ നിന്നും ആനിക്കോട്ടിലേക്ക് ബൈക്കിൽ വരുമ്പോൾ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10:30 പാലപ്പറ്റയിൽ അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരണം സംഭവിച്ചത്. കോട്ടായി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ഭാര്യ സൂര്യപ്രഭ, സഹോദരൻ മുകുന്ദൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. സായാഹ്ന OP ഇല്ലാത്തത് മൂലം രോഗികൾ സ്വകാര്യ ആശുപത്രികളായാണ് ശരണം പ്രാപിക്കുന്നത് എന്നും മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുക, പാലിയേറ്റീവിൽ ഓക്സിജൻ യന്ത്രം ഉറപ്പാക്കുക, കിടത്തി ചികിത്സ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. അതുപോലെ പാലിയേറ്റീവ് രോഗികൾ, നിരവധി പാലിയേറ്റീവ് രോഗികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഡയാലിസിസ് പോലെ ചെയ്യുന്ന ആളുകൾ, ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടർ, ഇവിടെ 2 സിലിണ്ടറാണുള്ളത്. ആ 2 സിലിണ്ടർ തന്നെ കേടുവന്നിട്ട് മാസങ്ങളോളമായി അതിനൊരു നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല ഇവിടെയുള്ള ആളുകൾ. അതുപോലെ മരുന്ന്, ഇവിടെയുള്ള ഫാർമസിയിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടാനില്ല. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം റജില PU, ഹസീന CH, കുബ്ര A, റുബീന VA, സബിത S, സൈഫുദ്ദീൻ PS,
മുസദ്ദിഖ് KH, അഫ്സൽ KA, നൌഫൽ KA, സീനത്ത് KA എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PM സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം ചുനങ്ങാട് മുട്ടിപ്പാലം ഷൂട്ടേഴ്സ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കിയ മൈതാനം ഏപ്രിൽ 13 വൈകിട്ട് 5 മണിക്ക് നാടിന് സമർപ്പിക്കും. ചടങ്ങ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യ സ്പർശം പുരസ്കാരം P. വേണുഗോപാൽ, സംരംഭക പുരസ്കാരം ജാവദ് ബോഡിയാൻ എന്നിവർക്ക് നൽകും. മദ്യവും മറ്റ് മയക്കുമരുന്ന് മാഫിയകളും യുവാക്കളെ വേട്ടയാടുമ്പോൾ കളിക്കളമാണ് തങ്ങളുടെ ലഹരിയെന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുദ്രാവാക്യം. സ്വന്തമായി ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യവുമായി നാടാകെ ഒന്നിച്ചു നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ വിജയമാണ് മൈതാനം. ആദ്യഘട്ടം 38 സെന്റ് സ്ഥലമാണ് ട്രസ്റ്റ് വാങ്ങിയത്. ഇനിയും മൈതാനത്തിന് സ്ഥലം ആവശ്യമുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. രണ്ടാം ഘട്ടത്തിൽ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം, ഗാലറി ഉൾപ്പെടെയുള്ള സജ്ജീകരണം എന്നിവ ഒരുക്കും. ചുനങ്ങാട് പ്രദേശത്തെ എല്ലാവർക്കും ഒത്തുചേരുന്നതിനും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കായിക വിനോദത്തിലേർപ്പെടുന്നതിനും കഴിയുന്ന പൊതു ഇടമായി ഇത് മാറ്റാനാണ് ലക്ഷ്യം. 75 വർഷത്തിലേറെയായി തുറസായി കിടന്നിരുന്ന പ്രസ്തുത സ്ഥലം നാട്ടുകാർ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഉത്സവാഘോഷ പരിപാടികൾക്കും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം മുൻപാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ചുനങ്ങാട് ഷൂട്ടേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒത്തുകൂടി ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു. 1 ഏക്കർ സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻപ് ചെറുപ്പക്കാർ ഫുട്ബോൾ കളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞു. ക്ലബ്ബും നാട്ടുകാരും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലം നാടിന്റെ പൊതു സ്വത്താക്കി മാറ്റുവാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഞങ്ങൾ ഈ ട്രസ്റ്റ് രജിസ്ട്രേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നീണ്ടുപോയതുകൊണ്ട് അന്ന് ഉണ്ടായിട്ടുള്ള ആ ഉത്സാഹവും ആവേശവും ഒക്കെ നിലനിർത്താൻ പറ്റിയില്ല. അന്ന് ധാരാളം ഓഫറുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാനുണ്ടായത്. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചും ഒറ്റപ്പാലത്തെ പത്രപ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രചരണമാണ് നിങ്ങൾ അന്ന്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ കിട്ടി. പിന്നീട് ഡിലേ ആയപ്പോൾ ആ പറഞ്ഞ പോലുള്ള ഓഫറുകൾ പിന്നീട് ലഭിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും 38 സെന്റ് സ്ഥലം അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ K. രാമദാസ്, കൺവീനർ CK അബ്ബാസ്, U. രാജഗോപാൽ, O. സുരേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിലിന്റെ ഭാഗമായി 2 വീലർ വിതരണം ചെയ്തു. 19 2 വീലറുകളാണ് വിതരണം ചെയ്തത്. 2 വീലർ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. രാധാകൃഷ്ണൻ, K. ഉദയപ്രകാശ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K. ഗോപകുമാർ സ്വാഗതവും പഞ്ചായത്ത് അംഗം ശശികല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വേനൽ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാംകല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി. ആകെയുള്ള 27 ഷട്ടറുകളിൽ 2 ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്ററുകൾ ഉയർത്തിയത്. വേനൽ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. ആകെയുള്ള 27 ഷട്ടറുകളിൽ 2 ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്റർ ഉയർത്തിയത്. ഇതോടെ കനത്ത വേനൽ ചൂടിൽ വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങി. വേനൽ മഴ വരും ദിവസങ്ങളിലും തുടർന്നാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. നിലവിൽ വേനലിനെ കരുതലായി ഇത്തവണ വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലാണ്. ഷട്ടറുകൾ ഉയർത്തിയതോടെ വലവീശിയുള്ള മീൻപിടുത്തവും സജീവമായി. പിടിക്കുന്ന വിവിധയിനം മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും വെള്ളിയാങ്കല്ല് പരിസരമാണ്. സായാഹ്നം ആസ്വദിക്കാൻ വെള്ളിയാങ്കല്ലിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPMന്റെ നേതൃത്വത്തിൽ വാടാനംകുറിശ്ശിയിൽ P. ഉണ്ണികൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പാർട്ടിയുടെ ലക്ഷ്യങ്ങളും നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. പല വിമർശനങ്ങൾക്ക് വിധേയമായേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വിമർശനങ്ങളെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയെ ശരിയായ രൂപത്തിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള
മാതൃകാപരമായ പ്രവർത്തനം സഖാവ് ഉണ്ണിയേട്ടൻ നടത്തിയിട്ടുണ്ട്. ഉണ്ണിയേട്ടനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാർട്ടിയിലുള്ള പലർക്കും ആശങ്ക ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ആശങ്ക എന്നും അടിസ്ഥാനമില്ലാത്ത രൂപത്തിൽ പാർട്ടിയെ ശരിയായ രൂപത്തിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. CPM വാടനംകുറിശി ലോക്കൽ സെക്രട്ടറിയായിരുന്ന അന്തരിച്ച P. ഉണ്ണികൃഷ്ണന്റെ 4ാം അനുസ്മരണ യോഗമാണ് വാടനംകുറിശി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ചത്. യോഗത്തിൽ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. LC സെക്രട്ടറി PP വിജയൻ, MR ജയശങ്കർ, K. അശോകൻ, പ്രസന്ന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിഷു വിപണന മേള പ്രവർത്തനം തുടങ്ങി. മുൻ MLA AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് പരമാവധി ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിയും അത് മുൻകൂർ ചെയ്യാൻ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു വിഷുചന്ത നടത്തുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രമണി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ബിന്ദു, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് വെങ്കടജലം, CDS അക്കൗണ്ടന്റ് യമുന, സമുന്നതി മെൻഡർ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മംഗല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത മെമ്പർമാർക്ക് ബാങ്ക് വിഷു കൈനീട്ടം നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിൽ എല്ലാ മാസവും കൃത്യമായി വായ്പ തിരിച്ചടച്ച വായ്പക്കാർക്കാണ് വിഷു കൈനീട്ടം വിതരണം ചെയ്തത്. കൈനീട്ടം വിതരണം കോങ്ങാടി MLA അഡ്വക്കേറ്റ് K. ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ BC ആദം, PP സദാശിവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും ഡയറക്ടർ KS സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറക്കാരി പുസ്തക പ്രകാശനം ആര്യങ്കാവ് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. ഭീതിജനകമായിട്ടാണ് ചിന്തിക്കാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല. നമുക്ക് വഴി നടക്കാൻ കഴിയാതെ, നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയാതെ, ഒരുമിച്ച് ഇരിക്കാൻ കഴിയാത്ത അന്നത്തെ ചാതൂർ വർണ്ണത്തിൻ്റെ ഭീകരമായ രൂപം നമ്മുടെ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി അധ്യക്ഷത വഹിച്ചു. NSS കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ J. സജീവൻ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകത്തിന്റെ മുഖചിത്രം തയ്യാറാക്കിയ ആർട്ടിസ്റ്റ് ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരൂർ തുഞ്ചൻപറമ്പ് മലയാളം സർവകലാശാല ഡോക്ടർ C. ഗണേഷ്, കണ്ണൂർ വാഴക്ക സംഘം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് എന്നിവർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ഷൊർണൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ R. സുനു, കവളപ്പാറ സ്വരൂപം പ്രതിനിധി പ്രകാശ് വർമ്മ, സിനിമാ സംവിധായകൻ ഹരിനാരായണൻ, ആര്യങ്കാവ് പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ പ്രസാദ് K. ഷൊർണൂർ സ്വാഗതവും ജയരാജ് കവളപ്പാറ നന്ദിയും പറഞ്ഞു. പുസ്തക രചയിതാവ് OP ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അമേയ പ്രശാന്തിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ഷൊർണൂർ നഗരസഭയിൽ 2ാം വാർഡിൽ ഒരു സംരംഭത്തിന് കൂടി തുടക്കമായി. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരസഭയുടെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതി ഉപയോഗപ്പെടുത്തിയാണ് സംരംഭം തുടങ്ങിയത്. കണയം മായ്ക്കരപ്പറമ്പിൽ രാജന്റെ ഭാര്യ സന്ധ്യയാണ് MP കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ബിൽഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. വാർഡ് കൗൺസിലർ സിനി മനോജ് ഉദ്ഘാടനം ചെയ്തു. ഇൻഡസ്ട്രിയൽ ഓഫീസർ ബിനു, വേണുഗോപാൽ കണയം, രാജൻ പണ്ടാരത്തൊടി, മുരളി കുളത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടക്കുന്ന് സബ് സെന്ററിൽ നിന്നും പ്രമോഷനായി പോകുന്ന JPHN രാധയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുനിത അധ്യക്ഷത വഹിച്ചു. MLSP വിജയകുമാരി, JHI ഡോക്ടർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. ബസ് യാത്രക്കാരുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. കോയമ്പത്തൂർ സുന്തക്ക മുത്തൂർ വിവേകാനന്ദ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഈശ്വരി എന്ന 45 വയസ്സുള്ള ചിത്രയും പാലക്കാട് മുതലമട അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന ശാന്തി എന്ന 54 വയസ്സുകാരി ശാന്തയുമാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 3-ന് ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള യാത്രയിലാണ് ആഭരണം മോഷണം പോകുന്നത്. മാർച്ച് 3-ന് രാവിലെ ചെറുപ്പളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്ക് അപ്പു എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നെല്ലായ സ്വദേശിനി ഗീതയുടെ കഴുത്തിലണിഞ്ഞിരുന്ന 3.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്.
ഗീതയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഷൊർണൂർ പോലീസ് പട്ടാമ്പി ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. മോഷണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ വീടെടുത്ത് ഇവർ താമസിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവരുടെ സംഘം പാലക്കാട് നിന്നും ബസ്സിൽ യാത്ര ചെയ്തു വരുന്നതായി മനസ്സിലാക്കിയ പോലീസ് ഇവരെ പിന്തുടർന്ന് കൊല്ലം ഓച്ചിറയിൽ വച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംഘത്തിൽ നിരവധി ആളുകളുണ്ടെന്നും ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ ജനത്തിരക്കുള്ള ഉത്സവങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സംഘം മോഷണം നടത്തിവരുന്നതെന്നും പോലീസിന് മൊഴി നൽകി. ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഡേവി, സേതുമാധവൻ, ASI റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു, സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ്, ശ്രീജിനി, പ്രജിത എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുണ്ടായ മുണ്ടമുഖ അയ്യപ്പൻകാവ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ബ്രഹ്മശ്രീ തിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രക്ഷാധികാരി TD നാരായണൻ അയ്യർ, ട്രസ്റ്റ് ബോർഡ് അംഗം T നാരായണൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ T പ്രസാദ്, ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി ഭാരവാഹികളായ P ഗോപിനാഥൻ, P രമേശ്, TR സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് മാതൃസമിതി അംഗങ്ങളായ KS രമ, മംഗളം, പ്രേമ ബാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളുണ്ടായിരിക്കും. 17-ന് ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി. ഇനി കള്ളും സ്റ്റാർ. വിനോദസഞ്ചാര മേഖലകളിലെ 3 സ്റ്റാറോ അതിനു മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള റെസ്റ്റോറൻറ്റുകളിൽ കള്ളുഷാപ്പ് തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നു. ഈ നടപടിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. പറഞ്ഞോളൂ. മദ്യം വ്യക്തിപരമായി കൊണ്ട് മദ്യം ഒഴിവാക്കണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്കിലും സർക്കാരിൻ്റെ സാമ്പത്തിക നില ഭദ്രപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകളിൽ കള്ള് പോലെയുള്ള പാനീയങ്ങൾ വരുന്നു എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് നമ്മളുടെ വിദേശികളായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തനിമ മോഹിച്ച് ആഗ്രഹിച്ച് വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അത് പ്രയോജനമാകുമെങ്കിൽ അതുവഴി സർക്കാരിന് ഒരു സാമ്പത്തിക ഭദ്രത ലഭിക്കുമെങ്കിൽ, അത്തരത്തിൽ ഒന്നുണ്ടെങ്കിൽ അതിനോട് യോജിപ്പോ വിയോജിപ്പോ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. 3 സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലെ ക്ലാസിഫിക്കേഷനിലുള്ള റെസ്റ്റോറൻറ്റുകളിലും കള്ള് വിതരണം അല്ലെങ്കിൽ കള്ള് വിതരണം നടത്തുന്നതിന് അല്ലെങ്കിൽ അത് നടത്തുന്നതിന് സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കള്ളൊരു ആരോഗ്യത്തിന് നല്ലൊരു പാനീയമാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു നല്ലൊരു ഉണർവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം സ്വാഗതം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. ഷൊർണൂരിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയം. വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗങ്ങൾ പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരമെന്ന CITU. വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പരാമർശത്തിനെതിരെ മറുപടിയുമായി പട്ടാമ്പിയിലും കുളപ്പുള്ളിയിലും CITU തൊഴിലാളികളുടെ പ്രതിഷേധം. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും പണം കൊണ്ട് അതിൽ ഇല്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയ്കുമാർ. പാലക്കാട് നഗരസഭ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പേരിനെ ചൊല്ലി വിവാദം കനക്കുന്നു. പ്രതിഷേധവുമായി DYFIയും യൂത്ത് കോൺഗ്രസും രംഗത്ത്. പ്രതിഷേധക്കാർ തറക്കല്ലിടന്റെ ശിലാഫലകം പിഴുതുമാറ്റി. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. ഹെഗ്ഡെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ്. സംഘർഷത്തിനിടയിലും തറക്കല്ലിടൽ കർമ്മം നടത്തി പാലക്കാട് നഗരസഭ.
ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജനം. ഗുരുതര വീഴ്ചകൾ ആരോപിച്ച് മുസ്ലിം ലീഗ് രംഗത്ത്. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത നടപടിയിലെ വൻ ക്രമക്കേടും സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള അനേർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വിൻഡ് പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നതെന്നും സുമേഷ് അച്യുതൻ. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമാണെന്നും ആരോപണം. ഹോമിയോ ചികിത്സയിലൂടെ വന്ധ്യതാ നിവാരണം വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18 പാലക്കാട്ട്. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഹോമിയോ വിഭാഗം DMO ഡോക്ടർ ജ്യോതിക. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് ഒടുവിൽ ഹോമിയോയെ ആശ്രയിക്കുന്നതെന്നും ഡോക്ടർ ജ്യോതിക. വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്കും അപകടയാത്രയ്ക്കും പരിഹാരമാവുന്നു. തൃത്താല മണ്ഡലത്തിലെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.